ശിക്ഷ നൽകപ്പെടും. ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ട ആളുകളുണ്ടാകും. ഈ താക്കീതുമായിട്ടുമാണ്, സന്തോഷ വാർത്തക്ക് പുറമെ താക്കീതുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പറയുന്നു, വമാ നുർസിലുൽ മുർസലീൻ. ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മനുഷ്യന്റെ ആരംഭത്തെക്കുറിച്ചുള്ള ആ ചരിത്രം ഒരു ദൃഷ്ടാന്ത കഥ എന്ന പോലെ ഇതിനു മുമ്പ് വിശദീകരിച്ചു. അത് വിശദീകരിച്ചതിന് ശേഷം പിന്നീട് ഖുർആനിനെ സംബന്ധിച്ച് ഖുർആനിൽ ഇത്തരത്തിലുള്ള എല്ലാ ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ട് മനുഷ്യർ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു എന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിപ്പും അതുപോലെ തന്നെ ഖുർആനിൽ അല്ലാഹു എല്ലാ ദൃഷ്ടാന്തങ്ങളും വിവരിച്ചിട്ടുള്ള വസ്തുതയും പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ കാര്യം പറയുന്നത്. ഇങ്ങനെ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു, ഭൂലോകത്ത് അധിവസിപ്പിച്ചു, ഖുർആൻ ഇറക്കി, ഖുർആൻ പോലുള്ള ഗ്രന്ഥങ്ങൾ ഇറക്കി. ആ ഗ്രന്ഥങ്ങൾ അല്ലാഹു മുർസലീങ്ങളുടെ കൈക്കാണ് മനുഷ്യരാശിക്ക് കൈമാറിയത്. അങ്ങനെയുള്ള മുർസലീങ്ങളുടെയും അമ്പിയാക്കന്മാരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു മൊത്തത്തിൽ പറഞ്ഞു, വഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഏതൊരു ഉമ്മത്ത്, സമുദായം, മനുഷ്യർ ഒരുമിച്ച് ഒരിടത്ത് താമസിക്കുന്നുവെങ്കിൽ ആ ഒരുമിച്ച് താമസിക്കുന്ന വിഭാഗത്തിനാണ് ഉമ്മ എന്ന് പറയാം, നേഷൻ. ഏത് കാലത്ത് എവിടെ ഒരു നേഷൻ, മനുഷ്യ വംശം, ഒരു മനുഷ്യവർഗം, ഒരു സമുദായം നിലനിന്നിട്ടുണ്ടോ, ഇല്ലാ ഖലാ ഫീഹാ നദീർ. ആ മനുഷ്യ സമുദായത്തിൽ ഒരു മുന്നറിയിപ്പുകാരൻ വരാതെ കഴിഞ്ഞു പോയിട്ടില്ല. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ. എല്ലാ ഉമ്മത്തിലേക്കും, എല്ലാ മനുഷ്യ സമുദായങ്ങളിലേക്കും ഒരു റസൂലിനെ നാം നിയമിച്ചിട്ടുണ്ട്. വലികുല്ലി ഖൗമിൻ ഹാദ്. എല്ലാ ജനതക്കും നേർവഴി കാണിച്ചു കൊടുക്കാൻ, ഇതാണ് നേർവഴി, ഇതല്ലാത്ത മറ്റെല്ലാ വഴികളും തെറ്റായ വഴികളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വഴികാട്ടികൾ അയച്ചിട്ടുണ്ട്. ഇവരാണ് മുർസലീങ്ങൾ. ആ മുർസലീങ്ങൾ ഒരേ സമയം അവർ ബശാറത്ത് നൽകുന്നു, നസാറത്ത് നൽകുന്നു, സുവിശേഷം അറിയിക്കുന്നു, താക്കീത് നൽകുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ വിലക്കുകളും മാനിച്ച് അവൻ നൽകിയിട്ടുള്ള സാൻമാർഗിക ദർശനങ്ങൾ സ്വീകരിച്ച് ജീവിച്ചാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, സ്വർഗത്തിൽ പ്രവേശിക്കാം, അള്ളാഹുവിന്റെ വജ്ഹ് കാണാം. ഏറ്റവും നല്ല ജീവിതം, ആത്യന്തികമായ വിജയം വരിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ജീവിതം അനശ്വരമായിട്ട് അവർക്ക് നയിക്കാം. ഈ സുവിശേഷം ഒരു ഭാഗത്ത്. അതേ സന്ദർഭത്തിൽ ഈ നബിമാർ മുൻദിരീങ്ങൾ കൂടിയാണ്. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വ മുൻദിരീൻ. മുബശ്ശിരീങ്ങളായിട്ട് അയക്കുന്നത് പോലെ തന്നെ അവരെ നാം മുൻദിരീങ്ങളായിട്ടുമാണ് അയച്ചത്. അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ള നബിമാരെയും അവർ നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ള സാൻമാർഗിക ദർശനത്തെയും നിങ്ങൾ ഒന്നുകിൽ തള്ളിക്കളയുന്നു, ഏതർത്ഥത്തിൽ, പൂർണ്ണമായി അതിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അതിനെ നിരാകരിക്കുന്നു. പക്ഷെ കളവാക്കാനൊന്നും മുതിരുന്നില്ല. അങ്ങനെ ഇറാദ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ആ അമ്പിയാക്കന്മാരെയും അവർ കൊണ്ടുവന്നിട്ടുള്ള സാൻമാർഗിക ദർശനങ്ങളെയും നിങ്ങൾ പരിഹസിക്കുകയും കളവാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്ത് അതിനെ തള്ളിക്കളയുന്നു. അങ്ങനെ തക്ദീബ് നടത്തി. ഇങ്ങനെയുള്ള ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ട്, നരകാഗ്നിയുണ്ട്. അതിലവർ ശാശ്വതരാണ്. അതൊരിക്കലും തന്നെ അവസാനിക്കാൻ പോകുന്ന ശിക്ഷയല്ല. ഖാലിദീന ഫീഹ അബദൻ. അതിൽ ഖുലൂദുൻ അബദി, അവസാനമില്ലാത്ത അനശ്വരത. അതിലവർ അനശ്വരരായി അഥവാ ദീർഘകാലം ശാശ്വതരായി വസിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാശ്വതികത്വം എന്ന് പറയുന്നതിനും ഒരതിര് പലരും പറയാറുണ്ട്. അങ്ങനെ അതിര് പറയുന്ന ശാശ്വതികത്വത്തിന് അറബിയിൽ ഖുലൂദുൻ അമദിയുൻ, യുഗങ്ങൾ അങ്ങനെ അവർ കഴിച്ചുകൂട്ടി അവസാനം ഒരു പക്ഷേ അത് അവസാനിച്ച് അതിൽ നിന്ന് അവർ രക്ഷപ്പെടുമെങ്കിൽ അത് ഖുലൂദ് അമദിയാണ്. പക്ഷെ ഹുലൂദ് അമദി മാത്രമല്ല ഖുർആനിൽ അള്ളാഹു പറയുന്നത്,
ഖുലൂദുൻ അബദിയുൻ, ഒരിക്കലും അവസാനിക്കാത്ത, അറ്റമില്ലാത്ത, നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ച് നമ്മുടെ ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത വിധം അങ്ങനെ തുടർന്ന് അറ്റമില്ലാതെ തീരാതെ അവസാനിക്കാതെ പോകുന്ന ശാശ്വതികത്വം. ഖാലിദീന ഫീഹ അബദൻ, അവരതിൽ ഖുലൂദ് അബദി, അറ്റല്ലാത്ത നരകത്തിൽ, അവസാനിക്കാത്ത നരകത്തിലായിരിക്കും എന്ന താക്കീതുമാണ്. ഈ താക്കീതുമായിട്ടും സുവിശേഷവുമായിട്ടാണ് അള്ളാഹ് മുർസലീങ്ങൾ അയച്ചത്. ഇങ്ങനെ മുർസലീങ്ങൾ അള്ളാഹു മനുഷ്യരാശിയിലേക്ക് കാലാകാലങ്ങളിൽ നിയോഗിച്ചയച്ചപ്പോൾ ഈ അമ്പിയാക്കന്മാർക്കുണ്ടായ അനുഭവം എന്താണ്? ഈ അമ്പിയാക്കന്മാരെയെല്ലാം അവരുടെ പ്രബോധിത സമൂഹം പൂമാല ചാർത്തിയിട്ട് സ്വീകരിച്ചോ? അവർ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ല ഒരു മഅ്ദുബത്തുമായിട്ടാണ്, ഏറ്റവും നല്ല ഒരു ഫീസ്റ്റ്, ഒരു സദ്യയുമായിട്ടാണ് അമ്പിയാക്കന്മാർ വരുന്നത്. നല്ലൊരു സദ്യ ഒരുക്കിയിട്ട് അതിലേക്ക് വരൂ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആരെങ്കിലും അത് വരികയും കഴിക്കുകയും ചെയ്താൽ അവർക്ക് വയറ് നിറയെ കഴിക്കാം, രുചിയുള്ളത് കഴിക്കാം, പിന്നെ അവർ സ്വർഗത്തിന് ശാശ്വതരാണ്. എന്നാൽ അതിലേക്ക് ആരെങ്കിലും വരുന്നില്ല എങ്കിൽ, ആ സദ്യയിലേക്ക് ഒരാൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് താക്കീത് നൽകണം. ഈ മഅ്ദുബത്തുമായി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള, അള്ളാഹു കൊടുത്തുവിട്ടിട്ടുള്ള ഈ സദ്യയുമായിട്ടാണ് അമ്പിയാക്കന്മാർ വരുന്നത്. പക്ഷേ അമ്പിയാക്കന്മാരെ ജനം സ്വീകരിക്കല്ല ചെയ്യുന്നത്. കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള അമ്പിയാക്കന്മാരെ, പ്രവാചകന്മാരെ അവരുടെ സമൂഹം, അഭിസംബോധിത സമൂഹം കളവാക്കുകയും പരിഹസിക്കുകയും കല്ലെറിയുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചിലപ്പോൾ കൊന്നുകളയുക പോലും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ അമ്പിയാക്കന്മാർ ഇതുമായി വന്നപ്പോൾ വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിൽ, അമ്പിയാക്കന്മാർക്ക് അഭിമുഖമായി നിൽക്കാനുണ്ടായത് അല്ലദീന കഫറു, അവരിൽ അവിശ്വാസം പറഞ്ഞിട്ടുള്ള, കുഫ്ർ പറഞ്ഞിട്ടുള്ള, നിങ്ങളെന്ത് നബിമാരാ, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ, അള്ളാഹു നിങ്ങളെ അയച്ചു, നിയോഗിച്ചയച്ചു എന്ന് പറയുന്നത് കള്ളമാണ്. അള്ളാഹു അങ്ങനെ ഒരു ദൂതനെ അയക്കുമായിരുന്നുവെങ്കിൽ എന്തിന് മനുഷ്യരയക്കുന്നു? അള്ളാഹു മലക്കുകൾ അയക്കേണ്ടിയിരുന്നില്ലേ? ഇത് ഞങ്ങളെപ്പോലെ ഭക്ഷിക്കുന്നു, ഞങ്ങളെപ്പോലെ കല്യാണം കഴിക്കുന്നു, ഞങ്ങളെപ്പോലെ അങ്ങാടിയിലിറങ്ങുന്നു. മാരി ഹാദർ റസൂൽ, ഇതെന്ത് നബി? യഅ്കുലു ത്വആം, ഇയാളിതാ ഭക്ഷണം കഴിക്കുന്നു. വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്ത് നബിയ എന്ന് പരിഹസിക്കുകയാണ് അവർ ചെയ്തത്. അള്ളാഹ് അങ്ങനെ ഒരു ദൂതൻ അയക്കുകയായിരുന്നുവെങ്കിൽ ഞങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനെ അല്ല അയക്കേണ്ടിയിരുന്നത്, അയക്കുമായിരുന്നത് ഒരു മലക്കിനാകുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹ് നിങ്ങളെ നിയോഗിച്ചിട്ടില്ല, നിങ്ങൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്, നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞ് കളവാക്കുകയും പിന്നീട് പരിഹസിക്കുകയും പിന്നീട് ഉപദ്രവിക്കുകയും ചെയ്യും. അവരോട് വിദണ്ഡവാദങ്ങളുമായി തർക്കിക്കാൻ മുതിരും. എന്ത് പറഞ്ഞാലും അതിനൊക്കെ തർക്കം പറയും. തർക്കം പറയാൻ സാധിക്കുക എന്നതൊരു കഴിവോ അതൊരു വിജയമൊന്നുമല്ല. അതാർക്കും പറയാൻ പറ്റുന്നതാണ്. അതിന് ഇബ്ലീസിന്റെ ബുദ്ധി മാത്രമേ ആവശ്യമുള്ളൂ. ആദമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് അള്ളാഹ് നേർക്കുനേരെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാനും ആദമിന് തർക്കോത്തരുണ്ടായി. അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ നല്ലവൻ, ഞാൻ നല്ലവൻ. അന ഖൈറും മിൻ, ഞാൻ ആദമിനേക്കാൾ നല്ലവൻ, ഞാൻ അവനേക്കാൾ ഉത്തമൻ. ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, എന്നെ നീ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ നീ വെറും കളിമണ്ണിൽ നിന്നല്ലേ സൃഷ്ടിച്ചത്. ഇങ്ങനെയുള്ള തർക്കുത്തരം പറയാനും അനാവശ്യമായ കുതർക്കങ്ങൾ ഉന്നയിക്കാനും സാധിക്കും. അതെല്ലാ കാലത്തെയും ബാത്തിലിൻ്റെ ആളുകൾക്ക്, ഇബ്ലീസിനും ഇബ്ലീസിൻ്റെ അനുയായികൾക്കും സാധിക്കുന്ന കാര്യമാണ്. അവരുടെ ബുദ്ധി കൊണ്ട്, അവരുടെ കുയുക്തി കൊണ്ട് വിദണ്ഡവാദങ്ങൾ നിരത്തുക, കുതർക്കം ഉന്നയിക്കുക എന്നുള്ളത്. അപ്പോൾ അമ്പിയാക്കന്മാരൊക്കെ ഭൂലോകത്ത് വന്നപ്പോൾ ഒരു നബി പോലും കളവാക്കപ്പെടാതിരുന്നിട്ടില്ല, പരിഹസിക്കപ്പെടാതിരുന്നിട്ടില്ല. അവരോട് അവരുടെ എതിരാളികളായിട്ടുള്ള ഈ കാഫറുകളായിട്ടുള്ള ആളുകൾ വിദണ്ഡവാദങ്ങൾ, കുതർക്കങ്ങൾ ഉന്നയിക്കാതിരുന്നിട്ടില്ല. അതാണ് അള്ളാഹു പറയുന്നത്,
വയുജാദിലുല്ലദീന കഫറു, കാഫറുകൾ, ഈ അമ്പിയാക്കന്മാരെ കളവാക്കിയിട്ടുള്ള കാഫറുകൾ അവർ കുതർക്കമുന്നയിക്കുകയാണ്. അവര് തർക്കിക്കുന്നത് ഒരു ഹക്കായ കാര്യം പറഞ്ഞിട്ടല്ല, ബിൽ ബാത്തിൽ, ബാത്തിലായ കാര്യവുമായിട്ടാണ് തർക്കം. ബാത്തിലായ കാര്യവും പറഞ്ഞിട്ടാണ് തർക്കിക്കുന്നത്. എന്തിനാണ് അവർ തർക്കിക്കുന്നത്? ലയുദ്ഹിളു ബിഹിൽ ഹഖ്, ഈ ബാത്തിൽ കൊണ്ട് ഹക്കിനെ തകർത്ത് കളയാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെയുണ്ട്. ഒരാട് പോയിട്ട് ചിലപ്പോൾ വലിയൊരു മല കുത്തും, നമ്മളിങ്ങനെ കാണും. അത് കുത്തിയാൽ ആ മല പൊടിയുമെന്നാണ് ആട് ചിലപ്പോൾ വിചാരിക്കുക. എന്ന മാതിരി ഈ ബാത്തിലുണ്ടല്ലോ, ഈ ബാത്തിൽ കൊണ്ട്, വ്യാജമായ ഇത്തരം തെറ്റായ വസ്തുതയില്ലാത്ത പൊള്ളയായ കാര്യങ്ങൾ കൊണ്ട് ഹക്കിനെ തകർത്ത് കളയാം എന്നവർ കരുതുന്നു. ബാത്തിൽ കൊണ്ട് ഹക്കിനെ തകർത്ത് കളയാമെന്ന് കരുതി ബാത്തിൽ കൊണ്ട് അവർ തർക്കിക്കും. ഇതാണ് എല്ലാ കാലത്തും വരുന്നത്. ഇന്നും കണ്ടോളൂ, ആര് അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, വേറൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു എന്ന് പറയേ വേണ്ട. നമ്മുടെ വാക്കിൻ്റെ ഒരു വില ഇല്ലതാണ്. ഖാല അല്ലാഹു വഖാല റസൂലു, ഇത് അള്ളാഹുവിൻ്റെ വചനമാണ്. അവൻ്റെ കിതാബിൽ, ഖുർആനിൽ, ഇത്രാമത്തെ അധ്യായത്തിൽ, ഇത്രാമത്തെ സൂക്തത്തിൽ ഇത് അള്ളാഹ് പറയുന്നു. വഖാല റസൂലുഹു, അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അവൻ്റെ ദൂതൻ മുഹമ്മദ് അലൈഹിസ്സലാം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ആ വചനത്തിൻ്റെ അല്ലെങ്കിൽ ആ സൂക്തത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് സഹാബത്ത് അതിനെ വിശദീകരിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെ കേൾക്കേണ്ട, എന്തപ്പോൾ സ്വീകരിക്കുന്നതിന് തടസ്സം? ആളുകളത് അങ്ങനെ തന്നെ വാ തൊടാതെ വിഴുങ്ങുന്ന കരുതുക. പക്ഷെ ഇത്രയും ശുദ്ധമായ, ഒരു കലർപ്പുമില്ലാത്ത പരിശുദ്ധമായ സത്യം ആരുടെ മുന്നിൽ നിങ്ങൾ അവതരിപ്പിച്ചാലും അപ്പോൾ തന്നെ അവർക്ക് അതിനെതിരിൽ ഒരു യുക്തി ഉണ്ടാകും. അവരുടെ യുക്തി, അവരുടെ ബുദ്ധി, അവരുടെ യുക്തി അവർ അവതരിപ്പിക്കും. അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ, അതെന്തുകൊണ്ട് അങ്ങട്ടായി, അതെന്തുകൊണ്ട് ഇങ്ങട്ടായി. ഇബ്ലീസിനെയും ആദമിനെയും സൃഷ്ടിച്ച അള്ളാഹ്, മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടാവും ഉടമസ്ഥനും നിയന്താവുമായ അള്ളാഹ്, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസിന് സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾക്ക് ഈ കുതർക്കമാണ് വരുന്നത്. കുതർക്കം കൊണ്ട്, ബാത്തിൽ കൊണ്ട് സത്യത്തെ തകർക്കാമെന്ന് കരുതുന്നു. ഞാനെന്തിന് അവന് സുജൂദ് ചെയ്യണം? അന ഖൈറുമിൻ, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ, ആദമിനെ നീ സൃഷ്ടിച്ച വെറും കളിമണ്ണിൽ നിന്നല്ലേ, എന്നെ നീ തീയിൽ നിന്നാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് എക്കാലത്തെയും സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും വാക്താക്കൾ തമ്മിലുള്ള സംവാദ രീതി. സത്യമാണോ അസത്യമാണോ അതല്ല പ്രശ്നം. ഏത് സത്യമാണെങ്കിലും അതിനെതിരിൽ ഒരു കുതർക്കം ഉന്നയിക്കാൻ ഇബ്ലീസിൻ്റെ അനുയായികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ കുതർക്കം കേൾക്കുമ്പോൾ അതിന് കൈയടിക്കാനും എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഇബ്ലീസിൻ്റെ അനുയായികൾ ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വത്തഖദു ആയാതി വമാ ഉൻദിറു ഹുസുവ. അങ്ങനെ ഈ അമ്പിയാക്കന്മാർ ഹക്കുമായി വരുമ്പോൾ, അവർ മുബശ്ശിരീങ്ങളും മുന്തിരീങ്ങളുമായി, സുവിശേഷകരും അതുപോലെ താക്കീതുകാരുമായി വരുമ്പോൾ അവരോട് കാഫിരീങ്ങളായ ആളുകൾ തർക്കിക്കുന്നു, ബാത്തിൽ കൊണ്ട് സത്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, വത്തഖദു ആയാതി വമാ ഉൻദിറു ഹുസുവ, അവർ സ്വീകരിക്കുന്നു, ആക്കിക്കളയുന്നു, ആയാത്തി, എൻ്റെ വചനങ്ങളെ, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ. അള്ളാഹിൻ്റെ ആയത്തുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു സ്ഥാപിച്ചു വച്ചിരിക്കുന്ന അവൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തം എല്ലായിടത്തും ഉണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും ആത്മാക്കളിൽ തന്നെയുണ്ട്. എന്തെല്ലാം ദൃഷ്ടാന്തമാണ്! അള്ളാഹു ഉണ്ട്. മനുഷ്യന് ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതം വരാനുണ്ട്. ന്യായം വിധിക്കേണ്ട ഒരു നാൾ വരാനുണ്ട്. അവിടെ വെച്ച് അവൻ്റെ പ്രവർത്തനങ്ങൾ വിചാരണക്ക് വിധേയമാക്കുകയും ശിക്ഷാരക്ഷകൾ വിധിച്ച് നടപ്പിലാക്കുകയും ചെയ്യും അള്ളാഹു. അതുകൊണ്ട് തന്നെ അതിലേക്ക് അവിടെ വെച്ച് പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചു, ഗ്രന്ഥങ്ങൾ ഇറക്കി, സത്യം ഇറക്കി കൊടുത്തു.
ആ സ്വീകരിച്ചവർക്ക് സ്വർഗമുണ്ട്, അത് തള്ളിക്കളഞ്ഞ ആളുകൾക്ക് നരകമുണ്ട് എന്ന് പറയുന്ന ഈ കാര്യം ഇത് സത്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ 2 രൂപത്തിൽ അല്ലാഹു ആയാത്തുകൾ ഇറക്കിയിട്ടുണ്ട്. ഒന്ന്, ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിലെങ്ങും, ഈ പ്രകൃതിയിലെങ്ങും അവർ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت. ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, മാമലകളിലേക്ക് നോക്കുന്നില്ലേ, കാർമേഘത്തിലേക്ക് നോക്കുന്നില്ലേ, ഒട്ടകക്കൂട്ടങ്ങളിലേക്ക് നോക്കുന്നില്ലേ, തൂർപർവ്വതത്തിലേക്ക് നോക്കുന്നില്ലേ. ഇങ്ങനെ 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 ഒരുപാട് കാര്യം. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാപ്പകലുകളുടെ ക്രമാനുഗതമായ മാറ്റത്തിൽ, അതുപോലെ തന്നെ കാറ്റിനെ അള്ളാഹു അയച്ചുവിടുന്ന കാര്യത്തിൽ, കാർമേഘങ്ങൾ തള്ളിക്കൊണ്ടു പോകുന്ന കാറ്റിൻ്റെ കാര്യത്തിൽ, ആ കാർമേഘങ്ങൾ കൊണ്ട് മഴ വർഷിക്കുന്ന കാര്യത്തിൽ, ആ മഴ വെള്ളം കൊണ്ട് ഭൂമിയിൽ സസ്യലതാദികൾ മുളക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ അത് അള്ളാഹു സ്ഥാപിച്ചു വച്ചിരിക്കുന്നു. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ചക്രവാളത്തിലുടനീളം നാം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ അവർക്ക് നാം അത് കാണിച്ചു കൊടുക്കുക ചെയ്യും. എന്നല്ല വഫി അൻഫുസിഹിം, ഓരോ മനുഷ്യൻ്റെയും ആത്മാക്കളിലുണ്ട്. നമ്മുടെ ഓരോ കാര്യം, ഒരു വിരൽത്തുമ്പ് മുതൽ നമ്മുടെ മസ്തിഷ്കം വരെ, ജീവന്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള രൂപം എന്ന് പറയുന്ന മനുഷ്യന്റെ തലച്ചോറ്, ആ തലച്ചോറ് മുതൽ മനുഷ്യന്റെ ഓരോ കാര്യങ്ങൾ നിങ്ങളെടുക്കൂ. അവന്റെ മനസ്സ്, അവന്റെ മസ്തിഷ്കം, അവന്റെ കണ്ണ്, അവന്റെ കൈവിരലുകൾ, ഇതെല്ലാം അത്ഭുതങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ഈ കൈവിരലില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇന്ന് നേടിയിട്ടുള്ള നാഗരിക പുരോഗതി ആ പുരോഗതിയിലേക്ക് അവൻ എത്താൻ കഴിയില്ല. കൈവിരൽ ചെറിയ സംഗതിയല്ല. അന്നുസവ്വിയ ബനാന, അവന്റെ വിരൽത്തുമ്പുകൾ ശരിപ്പെടുത്താൻ എനിക്കറിയാം. അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ തന്നെ അവന്റെ മനസ്സ്, അവന്റെ കണ്ണ്, അവന്റെ മസ്തിഷ്കം, എല്ലാ കാര്യം, അതിസങ്കീർണമായിട്ടുള്ള മസ്തിഷ്കം വരെയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് വഫിൽ അർദി ആയാതുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹ് പറഞ്ഞു വഫിൽ അർദി ആയാതുൽ ലിൽ മൂഖിനീൻ. അള്ളാഹുവിനെ മനസ്സിലാക്കാനും അവനെ വിശ്വസിക്കാനും ഉദ്ദേശിക്കുന്ന സന്മനസ്സുള്ള സത്യസന്ധരായ സത്യാന്വേഷികളായ ആളുകൾക്ക് ഈ ഭൂമിയിൽ തന്നെ അനവധി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വഫിൽ അർദി ആയാതുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും, നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാക്കളിൽ പോലും അഫലാ തുബ്സിറൂൻ, നിങ്ങളതൊന്ന് ശരിക്ക് കണ്ണ് തുറന്ന് കാണുന്നില്ലേ എന്നല്ല ചോദിക്കുന്നു. ഇങ്ങനെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകളാണ്. ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹനെ അറിയാൻ പറ്റും. പരലോകം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന കാര്യം ബോധ്യപ്പെടും. അവിടെ വിചാരണയുണ്ടാകുമെന്നും ശിക്ഷാരക്ഷകൾ ഉണ്ടാകുമെന്നുമുള്ള കാര്യം മനസ്സിലാക്കാൻ ഇത്തരം ദൃഷ്ടാന്തങ്ങളിലൂടെ തന്നെ ഒരു നല്ല മനുഷ്യന്, സത്യാന്വേഷിയായ ഒരു മനുഷ്യന്, കളങ്കത്തിന് വിധേയമാകാത്ത, കളങ്കപ്പെടാത്ത, ശുദ്ധമായ പ്രകൃതിയുള്ളൊരു മനുഷ്യന് സാധ്യമാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം അള്ളാഹു വിട്ടില്ല. ആയാത്തുകൾ, വചനങ്ങൾ, സൂക്തങ്ങൾ, എഴുതപ്പെട്ട ലിഖിതങ്ങളുമായി അള്ളാഹു അമ്പിയാക്കളെ, മുർസലീങ്ങളെ നിയോഗിച്ചു. ഇത് ആയാത്തുകൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അതും ആയാത്തുകളാണ്. ഇങ്ങനെ അള്ളാഹു സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ നേരെ കൊഞ്ഞനം കുത്തുന്നു. അള്ളാഹു അമ്പിയാക്കന്മാര് മുഖേന ഇറക്കിക്കൊടുക്കുന്ന അവന്റെ വചനങ്ങൾ അതിനെ പരിഹസിക്കുകയും കളവാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെയും വമാ ഉൻദിറു, അതുപോലെ തന്നെ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന താക്കീതുകളെയും അവർ ആക്കിക്കളയുന്നത് എന്താണ്? ഹുസുവ, പരിഹാസപാത്രമാക്കി തീർത്തു. ഇതാണ് അവരുടെ സ്വഭാവം. അമ്പിയാക്കന്മാര് അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങളുമായി, സാൻമാർഗിക ചര്യകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ ഒരു ആകത്തുകയാണ്, അതിൻ്റെ ഒരു ചിത്രമാണ് ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് നൽകിയത്.
ആയത്ത് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. കാര്യം വളരെ വ്യക്തമാണല്ലോ. നാം മുർസലീങ്ങൾ അയച്ചിട്ടില്ല, സുവിശേഷവും താക്കീതും ജനങ്ങൾക്ക് കൈമാറാൻ വേണ്ടിയിട്ടല്ലാതെ, സുവിശേഷകരായും താക്കീതുകാരായും ആയിട്ടല്ലാതെ. അള്ളാനെ അനുസരിച്ച് അവന് വഴിപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷയുണ്ട്, സ്വർഗമുണ്ട്, തീർന്നു പോകാത്ത സ്വർഗം നിങ്ങൾക്ക് അതിൽ ശാശ്വതരായി വസിക്കാം. അള്ളാഹുവിൽ അവിശ്വസിക്കുകയും അവൻ്റെ സാന്മാർഗിക നിർദ്ദേശങ്ങൾ നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി വരും, ശാശ്വതമായി നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള താക്കീതുമായി. താക്കീതുകാരായും സുവിശേഷകരായിട്ടുമല്ലാതെ അള്ളാഹു മുർസലീങ്ങൾ അയച്ചിട്ടില്ല. അങ്ങനെ മുർസലീങ്ങൾ ഈ സുവിശേഷവുമായും താക്കീതുമായി ബശാറത്തുമായി നദാറത്തുമായി ജനങ്ങളിലേക്ക് വന്നാൽ ജനങ്ങളുടെ സ്വഭാവം യുജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിൽ. കാഫിരീങ്ങൾ എന്തെങ്കിലും ബാത്തിൽ കൊണ്ട്, ബാത്തിലായ കളവായ കാര്യങ്ങൾ കൊണ്ട് അവർ കുതർക്കമുന്നയിക്കും. എന്തിനാണ് അവർ ഈ ബാത്തിൽ കൊണ്ട് കുതർക്കമുന്നയിക്കുന്നത്? ലിയുദ്ഹിബൂ ബിഹിൽ ഹഖ്. അതുകൊണ്ട് പരമമായ സത്യം, അള്ളാഹു കൊടുത്തയച്ച, അള്ളാഹു നമുക്ക് നൽകിയ ആ പരമമായ സത്യത്തെ തകർത്ത് കളയാമെന്നാണ് അവർ കരുതുന്നത്. എന്നിട്ട് വത്തഖദു ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും വചനങ്ങളെയും അവർ ആക്കിക്കളയുന്നു. വമാ ഉൻദിറു, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന താക്കീതുകളെയും അവർ ആക്കിക്കളയുന്നു. ഹുസുവ, പരിഹാസപാത്രമാക്കി തീർക്കുന്നു. ഇതാ മനുഷ്യന്റെ സ്വഭാവം. എന്നും എവിടെയും മനുഷ്യൻ അങ്ങനെയാണ്. അതാണ് മനുഷ്യൻ വരവുമാണ്, ജഹൂരാണ്, വിവരം കെട്ടവനാണ്, അക്രമിയാണ്. അതാണ് മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളത്, മനുഷ്യന്റെ അസുരയിലുള്ളത് അതാണ്. ഇന്നഹു കാന വലൂമൻ ജഹൂര. മനുഷ്യന്റെ അസുലില് അവൻ വാലിമാണ്. ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് അവൻ കടന്നു കയറും. അവൻ നല്ല സന്മാർഗം, അവന് നബിമാര്, അള്ളാഹ് അയച്ചിട്ടുള്ള ദൂതന്മാര്, അള്ളാഹ് കൊടുത്തു വിട്ടിട്ടുള്ള സന്മാർഗം അവരുടെ മുന്നിൽ വെക്കുമ്പോൾ അത് സ്വീകരിക്കുക, അതിനുള്ള സന്മനസ് അവർക്കില്ല, അതിനുള്ള വിവേകം അവർക്കില്ല, അതിനുള്ള ബുദ്ധി അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്നഹു കാന വലൂമൻ ജഹൂര, അവൻ ഏറ്റവും വലിയ അവിവേകിയാണ്, വിവരം കെട്ടവനാണ്. അതാണ് ഇതിൻ്റെ സത്യം. ഇതാണ് അമ്പിയാക്കന്മാരോട് ജനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു സ്വഭാവം എന്ന് മാത്രമല്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി. വമൻ അദ്ലം, ഏറ്റവും വലിയ അക്രമിയായിട്ട് വേറെ ആരുണ്ട്? ഏറ്റവും വലിയ വാലിം ആരാണ്? ആരെക്കാൾ? മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ കൊണ്ട് അവനെ ഉത്ബോധിപ്പിച്ചു, ഉണർത്തിയാൽ മതി. കാര്യം അവൻ്റെ പ്രകൃതത്തിൽ തന്നെ ഉണ്ട്, അവൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ ഉണ്ട്. അള്ളാഹു ഉണ്ട്, അവൻ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ജീവിതം താൽക്കാലികമാണ്, പാരത്രിക ജീവിതം വരാനുണ്ട്. ഈ ജീവിതത്തിൽ വെച്ച് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കണക്ക് പറയേണ്ടി വരും. ഇത് പരീക്ഷണാർത്ഥം നമുക്ക് നൽകിയ ജീവിതം മാത്രമാണ്, ശാശ്വതമായ ജീവിതം വരാനിരിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ വാഗ് വിചാര കർമ്മത്തിനും നമ്മൾ ഉത്തരവാദികളാണ്. അവിടെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നത് അവിടെ ന്യായം വിധിക്കുന്ന ലോകമാണ്. ഇത് കർമ്മങ്ങളുടെ ലോകമാണ്, അത് പ്രതിഫലത്തിൻ്റെ ലോകമാണ്. ഇവിടെ നമ്മൾ ചെയ്തതിന് അവിടെ നമ്മൾ പ്രതിഫലം വാങ്ങേണ്ടി വരും. ഈ കാര്യം ഇത് മനുഷ്യന്റെ പ്രകൃതത്തിൽ ഊട്ടിയുറപ്പിച്ചിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് അള്ളാഹു മനുഷ്യനോട് വാങ്ങിയിട്ടുള്ള കരാറാണ്. അവൻ്റെ പ്രകൃതത്തിൽ, അവൻ്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു ഉറപ്പിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ മാത്രം അവലംബിച്ചിട്ട് മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കാൻ പോകുന്നില്ല. ഈ പ്രകൃതത്തിലുള്ള അള്ളാഹു കരാറ് വാങ്ങി ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഈ കാര്യത്തെ ഉണർത്താൻ വേണ്ടിയിട്ട്, അത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരുപാട് സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ഉണർത്താനാണ് നിരന്തരം ദൂതന്മാരെ നിയോഗിച്ചത്. അത് ഉണർത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധന ഗ്രന്ഥങ്ങൾ ഇറക്കിയത്, കാലാകാലങ്ങളിൽ ഗ്രന്ഥങ്ങൾ ഇറക്കിയത്, നബിമാരയച്ചത്. ഇത് ഉണർത്താൻ വേണ്ടിയാണ് പലപ്പോഴും മനുഷ്യന് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊടുക്കുന്നത്. പല പരീക്ഷണങ്ങളും ഇത് ഉണർത്താനാണ്. മനുഷ്യൻ എല്ലാം മറന്ന് ലക്കും ലഗാനുമില്ലാതെ ജീവിക്കുമ്പോൾ
അള്ളാഹിൻ്റെ ഒരു ശിക്ഷ, ആ പരീക്ഷണം വരും. ആ പരീക്ഷണം എന്താണ്? അത് അവനെ ഉണർത്തുകയാണ്, ഇത് അവനുള്ള റിമൈൻഡറാണ്. അതുകൊണ്ടാണ് നബിമാർ അവർ മുദക്കിരീങ്ങളാണ്, ഉണർത്തുന്നവരാണ്. ഇന്നമാന്ത മുദക്കിർ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നബിമാർ മുഖേന അള്ളാഹു നൽകിയിട്ടുള്ള ഗ്രന്ഥങ്ങൾക്ക് ദിക്ർ, ഈ ഖുർആൻ ഇലൈക ദിക്ർ, നബിയെ താങ്കൾക്ക് നാം ഈ ഉത്ബോധന ഗ്രന്ഥം ഉത്ബോധിപ്പിക്കുക, ഉണർത്തുക എന്ന് പറയാൻ കാരണം അവൻ്റെ പ്രകൃതത്തിലുള്ള കാര്യത്തെ, ആ വസ്തുതയെ ഉണർത്തുകയാണ്. അങ്ങനെ അവർക്ക് ഉണർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഉണർത്താൻ വേണ്ടി നബിമാരയച്ചു, ഗ്രന്ഥങ്ങൾ നൽകി. അതുപോലെ തന്നെ അവൻ്റെ ആത്മാക്കൾ, ഓരോ മനുഷ്യൻ്റെയും ആത്മാവിലും അവൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലും നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു, പരീക്ഷണങ്ങൾ അവന് അനുഭവിപ്പിച്ചു. എന്നിട്ടൊക്കെ അവൻ ഉണർത്തി. ഇങ്ങനെയൊക്കെ ഉണർത്തി നോക്കിയിട്ടും തൻ്റെ വചനങ്ങൾ കാണിച്ച്, തൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് ഉണർത്തിയിട്ട് ഫഅറളഅൻഹ, എന്നിട്ടൊന്നും മനുഷ്യൻ അത് സ്വീകരിക്കുന്നില്ല. മനുഷ്യൻ അതിൽ നിന്നെല്ലാം തീർത്തും പിന്തിരിഞ്ഞു പോകുന്നു. അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്ന ഒരുത്തനേക്കാൾ വലിയ അക്രമി വേറെ ആരാണുള്ളത്? അവൻ്റെ പ്രകൃതത്തിൽ ഈ വസ്തുത അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നു. ആ കാര്യത്തെ ഉണർത്താൻ വേണ്ടി നബിമാരയക്കുന്നു, ഗ്രന്ഥങ്ങൾ ഇറക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ ആത്മാവിൽ തന്നെ അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അവൻ ജീവിക്കുന്ന പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അവൻ ലക്കും ലഗാനുമില്ലാത്ത ജീവിതശൈലി സ്വീകരിക്കുമ്പോൾ പരീക്ഷണങ്ങൾ നൽകിയിട്ട് അവന് സത്യത്തിന് നേരെ അവൻ്റെ മുഖം തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വചനങ്ങളും ദൃഷ്ടാന്തങ്ങളുമായി ഉണർത്തിയിട്ടും അതിൽ നിന്നെല്ലാം മുഖം തിരിക്കുന്ന ഒരു വ്യക്തി, അവനേക്കാൾ വലിയ അക്രമി പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? വനസിയ മാ ഖദ്ദമത് യദഹ്, അവൻ്റെ രണ്ട് കൈകളും ചെയ്തു വെച്ച പാപങ്ങൾ, ചെയ്തു വെച്ച അധർമ്മങ്ങൾ, ചെയ്തു വെച്ച അപരാധങ്ങൾ അതവൻ മറന്നു പോകുന്നു. അതൊക്കെ അവന് നിസ്സാരാണ്. അവൻ ചെയ്തു വെക്കുന്ന ഈ തെറ്റായ പ്രവർത്തനങ്ങൾ, പാപങ്ങൾ, കുറ്റകൃത്യങ്ങൾ, അതിനെക്കുറിച്ച് അവൻ ഓർക്കുന്നേയില്ല, അതവൻ ഗൗനിക്കുന്നേയില്ല, അതവൻ കാര്യമാക്കുന്നേയില്ല. അതിനെ അവൻ മറന്നു കളയുന്നു, അതിനെ അവൻ അവഗണിച്ചു തള്ളുന്നു. അങ്ങനെയുള്ള ഒരുത്തനേക്കാൾ വലിയ അക്രമി വേറെ ആരാണുള്ളത്? അങ്ങനെ ഒരുത്തൻ ഒരു നിലപാട് സ്വീകരിച്ചാൽ അവൻ്റെ പ്രകൃതത്തിൽ അള്ളാഹു നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള വസ്തുതയെ അവൻ മറക്കുന്നു. അത് ഉണർത്താൻ വേണ്ടി വരുന്ന നബിമാർ ഉണർത്തിയിട്ടും അവൻ അത് സ്വീകരിക്കുന്നില്ല, അവൻ മുഖംതിരിക്കുന്നു. അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ ഇറക്കുന്നു, ആ ഗ്രന്ഥങ്ങളിലൂടെ ഉണർത്തുന്നു, അവൻ സ്വീകരിക്കുന്നില്ല, മുഖംതിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ ആത്മാവിലും അവൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലും ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ അവൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല, അവൻ മുഖംതിരിക്കുന്നു. അവൻ്റെ ഈ തെറ്റായ ജീവിതശൈലി കാരണത്താൽ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകി അവനെ സത്യത്തിലേക്ക് തിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും അവൻ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല. അപ്പോഴും നസിയ മാ ഖദ്ദമത് യദഹ്, അവൻ്റെ കൈകൾ ചെയ്തു വെക്കുന്ന അധർമ്മങ്ങളെക്കുറിച്ച്, തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് അവൻ മറന്ന് മുഖം തിരിച്ചു കളയുന്നു. എങ്കിൽ അവനേക്കാൾ വലിയ അക്രമി ആരാണ്? അങ്ങനെ ചെയ്തൊരു മനുഷ്യന് പിന്നെ അള്ളാഹു കൊടുക്കുന്ന ഒരു പണി, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അക്കിന്ന, അവരെ തിരിഞ്ഞിടത്തേക്ക് അവരെ നാം അങ്ങോട്ട് തിരിക്കും. അവരുടെ ഹൃദയത്തിനു മീതെ നാം മൂടികൾ വെക്കും. ഇന്നാ ജഅൽനാ, തീർച്ചയായും നാം ആക്കി തീർക്കും, നാം നിശ്ചയിക്കും, നാം വെക്കും. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിനു മീതെ അക്കിന്നത്തൻ, അക്കിന്നത്ത് എന്ന് പറഞ്ഞാൽ മൂടികൾ. പിന്നെ അവരുടെ ഹൃദയത്തിലേക്ക് ഒരു വെളിച്ചമോ സന്മാർഗ ദർശനത്തിൻ്റെ ഒരു കിരണം പോലും അതിലേക്ക് കടക്കാത്ത വിധം ഹൃദയങ്ങൾ മൂടിക്കളയും. ആദ്യം തന്നെ അള്ളാഹ് മൂടിക്കളയല്ല കേട്ടോ ചെയ്തത്. അങ്ങനെ അള്ളാഹു തഅസ്സുഫൻ, അന്യായമായി അല്ലെങ്കിൽ ഒരു അതിക്രമപരമായി ഒരാൾക്ക് ഹക്ക് കാണാൻ, ഹക്കിൻ്റെ വെളിച്ചം കാണാൻ പറ്റാതെ അവൻ്റെ ഹൃദയം മൂടുകയല്ല ചെയ്തത്. നേരത്തെ പറഞ്ഞ ഓരോ കാര്യം അവൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു സത്യം നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ആ സൃഷ്ടിപ്പിലുള്ള ആ സത്യത്തെ അവൻ എന്ത് ചെയ്യുന്നില്ല, പുറത്തു എടുക്കുന്നില്ല, അതവൻ മുറുകെ പിടിക്കുന്നില്ല. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ച് ഉണർത്താൻ വേണ്ടി നബിമാരെ വിടുന്നു, നബിമാരുണർത്തുന്നു, അവൻ മുഖം തിരിക്കുകയാണ്. അത് ഉണർത്താൻ വേണ്ടി അള്ളാഹ് ഗ്രന്ഥമിറക്കുന്നു, ആ ഗ്രന്ഥത്തിൽ ഉണർത്തലുകളുണ്ട്, ദിക്റുകളുണ്ട്. പക്ഷെ അവൻ അത് ഉൾക്കൊള്ളുന്നില്ല, അവൻ മുഖം തിരിക്കുന്നു. മാത്രമല്ല
ഇങ്ങനെ പോയാൽ ശരിയല്ല എന്ന് അവനോട് വിളിച്ചോതുന്ന നിരവധി ദൃഷ്ടാന്തങ്ങൾ അവൻ ജീവിക്കുന്ന ഈ പ്രകൃതിയിലും പ്രപഞ്ചത്തിലുമുണ്ട്. അവൻ്റെ ആത്മാവിലുണ്ട്. അവൻ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ല. അവൻ മുഖം തിരിക്കുന്നു. അവൻ്റെ ഈ തെറ്റായ ജീവിത രീതിയിൽ നിന്ന് അവനെ സത്യത്തിലേക്കൊന്ന് നയിക്കുന്നതിന് വേണ്ടി അവന് ചില പരീക്ഷണങ്ങളും ശിക്ഷകളും നൽകുന്നു. അപ്പോഴും അവൻ അതിനെ അവഗണിച്ച് തള്ളുന്നു. വനസിയ മാ ഖദ്ദമത് യദാ, അവൻ്റെ കൈകൾ ചെയ്തു വച്ചിരിക്കുന്ന അധർമ്മങ്ങളെക്കുറിച്ച്, തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് അവൻ മറക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവൻ ബോധപൂർവം വാശി പിടിച്ച് അവൻ അസത്യത്തിലേക്ക് കടന്നു നിൽക്കുന്നുവെങ്കിൽ അത്തരക്കാരായ ആളുകൾക്ക് അവർ തിരിഞ്ഞ വഴിയെ അള്ളാഹു അവരെ തിരിച്ചുവിടും. അവരുടെ ഹൃദയത്തെ നാം മൂടുക തന്നെ ചെയ്യും. ഇന്നാ ജഅൽന അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു, അവർ ഈ സത്യം ഗ്രഹിക്കുന്നതിന് അവരത് ഗ്രഹിക്കാൻ പിന്നെ അവർക്ക് അവസരം കിട്ടാത്ത വിധം അവരുടെ ഹൃദയത്തെ അള്ളാഹു അങ്ങോട്ട് മൂടിയിട്ട് മൂട്ടും. വഫി ആദാനിഹിം വഖറ, അവരുടെ ചെവികളിൽ അടപ്പ് നാം കൊണ്ടുപോയി വെക്കുകയും ചെയ്യും. നിങ്ങൾ എത്ര വിളിച്ചാലും അത് അവരുടെ ചെവിക്കാണ് കയറൂല. അപ്പം ചെവികളിൽ അടപ്പും ഹൃദയങ്ങളിൽ മൂടിയും അള്ളാഹു നൽകും. എന്നിട്ട് അള്ളാഹു അവൻ്റെ അമ്പിയാക്കന്മാർ മുഖേന കൊടുത്തയച്ചിട്ടുള്ള ഈ സന്ദേശം, ഈ സത്യത്തിൻ്റെ ഈ കിരണം അതവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ഹൃദയത്തെ മൂടും. അവരുടെ ചെവികളെ അടപ്പിട്ടിട്ട് അടച്ചു പൂട്ടുകയും ചെയ്യും. വൈൻ തദ്ഉഹും ഇലൽ ഹുദ, അവരെ സന്മാർഗത്തിലേക്ക് നീ വിളിക്കുകയാണെങ്കിൽ ഫലൻ യഹ്തദു ഇദൻ അബദ, അവരൊരിക്കലും തന്നെ ആ സന്മാർഗം സ്വീകരിക്കില്ല, സന്മാർഗം പ്രാപിക്കുകയില്ല. മനുഷ്യൻ്റെ അവസ്ഥ ഇത് നമ്മൾ കാണുന്നതാണ്. ഈ ആയത്തിൽ പറഞ്ഞതിൻ്റെ എംബോഡിമെൻ്റ് ആണ് ഇന്ന് ജീവിക്കുന്ന ഒട്ടുമിക്ക ആളുകൾ. ഏത് മനുഷ്യനാണ് സത്യം അറിയാത്തത്, അതിനെക്കുറിച്ച് വിവരം കിട്ടാത്തത്? സത്യം അവൻ്റെ സൃഷ്ടിപ്പിലില്ലേ? അവൻ്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു നിക്ഷേപിച്ച് വെച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സത്യം. ആ സൃഷ്ടിപ്പിലുള്ള ആ യാഥാർത്ഥ്യത്തെ മാത്രം ആശ്രയിച്ചിട്ട് അവനെങ്ങോട്ട് വിടുകയാണോ? അല്ല, അത് വീണ്ടും ഒന്ന് ഉരസി അതിനൊന്ന് തീപിടിപ്പിക്കാൻ, ഉണർത്താൻ അള്ളാഹു നിരന്തരം ദൂതന്മാരയക്കുന്നു. പക്ഷെ അവർ മുഖം തിരിക്കുക. അവനെ ഉണർത്താൻ വേണ്ടി ഗ്രന്ഥങ്ങൾ ഇറക്കുന്നു, മുഖം തിരിക്കുക. അത് ഇങ്ങനെ പോയാൽ പോര മനുഷ്യ എന്നവൻ ഉണർത്താൻ വേണ്ടി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവൻ്റെ ആത്മാവിലും അവൻ ജീവിക്കുന്ന പ്രകൃതിയിലും അള്ളാഹു അവന് കാണിച്ചു കൊടുക്കുന്നു. അവൻ പാഠം ഉൾക്കൊള്ളുന്നില്ല, മുഖം തിരിക്കുകയാണ്. അവൻ്റെ തെറ്റായ ജീവിത രീതി, അതിൽ നിന്ന് അവനൊന്ന് കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് കടുത്ത ചില ശിക്ഷകളോ പരീക്ഷണങ്ങളോ ചില പ്രയാസങ്ങളോ അള്ളാഹു അവനെ പരീക്ഷിക്കാൻ വേണ്ടി നൽകുന്നു. എന്നാലും അവൻ ബോധം വെക്കുന്നില്ല. അവൻ തെറ്റുകുറ്റങ്ങളിൽ മുഴുകുന്നു. വനസിയ മാ ഖദ്ദമത് യദാ, ഞാനിപ്പോകുന്ന പോക്കന്നെയാണ് ശരി. അവൻ്റെ കൈകൾ ചെയ്തു വെക്കുന്ന അധർമ്മങ്ങളെക്കുറിച്ച്, തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് അവൻ ഗൗനിക്കുന്നേയില്ല, അവൻ അവഗണിച്ചു തള്ളുന്നു. ഇങ്ങനെ വാശിപൂർവം തെറ്റിലേക്ക് കടന്നു നിൽക്കുന്ന വ്യക്തികൾ, അവർ തിരിഞ്ഞിടത്തേക്ക് നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞ വഴിക്ക് അവരെ തിരിച്ചുവിടും. അപ്പോൾ അള്ളാഹു കൈക്കൊള്ളുന്ന നടപടി അവരുടെ ഹൃദയങ്ങളിൽ മൂടിയിട്ട് കൊടുക്കും. അക്കിന്നത്തൻ, മൂടികൾ ഇട്ടിട്ട് ഭദ്രമായി അടച്ചു വെക്കും. ഇനി അവർക്ക് നൽകുന്ന ഈ സന്മാർഗം അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ഫഫി ആസാനിഹിം വഖറ, എന്ത് പറഞ്ഞാലും ചെവി കയറൂല. കാരണം ചെവിയിൽ അടപ്പിട്ടുങ്ങാണ്ട് തുറ്റുവെച്ചിട്ടുണ്ട്. വൈൻ തദ്ഉഹും ഇലൽ ഹുദ, സന്മാർഗത്തിലേക്ക് അവരെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഫലൻ യഹ്തദു ഇദൻ അബദ, ഒരിക്കലും അവർ സന്മാർഗം പ്രാപിക്കുകയുമില്ല. ഇന്നത്തെ ഒരു ശരാശരി അന്തം വിട്ട മനുഷ്യൻ്റെ ഒരു ചിത്രമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നൽകിയിട്ടുള്ളത്. പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കി. فبهذا القدر أكتفي اليوم وأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة إنه سميع قريب مجيب وبالإجابة جدير. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.